എന്നെ തന്നെ നോക്കിങ്ങ് പോന്നാ മതി. മുരീദി തമസ്സക് ബി വകും ബി വാസിഖൻ അഹ്മീക ഫിദ്ദുനിയാ വയൗമൽ ഖിയാമത്തി. പച്ച മലയാളം. എന്നെ പേടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. പോരൂ, ഞാനുണ്ട് മുന്നിൽ. ബഹുമാനപ്പെട്ട സയ്യിദുന മൂസ അലൈഹിസ്സലാം, സയ്യിദുന ഈസ അലൈഹിസ്സലാം, ചരിത്രത്തിലൊക്കെ മഹത്തായ മാനവികതയുടെ ചൈത്രയാത്രകൾ നമ്മൾ കാണുകയാണ്. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി, അവിടുത്തെ കാലഘട്ടം. സഅദ് ഇബ്നു അബീ വഖാസ്, സ്വർഗസ്ഥനായ സ്വഹാബി വര്യൻ, റസൂലുള്ളാഹി തങ്ങളുടെ വകയിലൊരു അമ്മാവൻ. അദ്ദേഹം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കാലഘട്ടത്തിൽ അതാ വന്നു നിൽക്കുന്നു. അപ്പുറത്ത് ഖാദിസിയ, മദായിൻ സിറ്റി, കിസ്റാ ചക്രവർത്തിയുടെ കോട്ട കൊത്തളങ്ങൾ. അങ്ങോട്ട് പോകുന്ന വഴിയിൽ ഒരേ ഒരു പ്രയാസം, കലിതുള്ളി പാഞ്ഞു വരുന്ന വലിയൊരു നദി മാത്രം. സഅദ് ഇബ്നു അബീ വഖാസ് അവിടെ നിന്നിട്ട് ദ്വാരക്കുന്നു, പടച്ചോനെ ഞങ്ങൾ അക്കരയ്ക്ക് പോകും, മാനവികത പഠിപ്പിക്കുക. ഈയാം പാറ്റകളായി മനുഷ്യര് ജീവിക്കുന്നു, ഇരകളായിട്ട്. തമ്പ്രാക്കന്മാര് ആ ജനതയെ ചുട്ടു തിന്നുകയാണ്, തല്ലിക്കൊല്ലുകയാണ്. നേതാക്കളും മനുഷ്യന്മാരാണ്, അവർ ദൈവങ്ങളല്ല. മനുഷ്യന്മാര് തിരിച്ചറിയണം. പാവപ്പെട്ട മനുഷ്യർക്ക് പഠിപ്പിക്കാൻ പോവാണ് ഞങ്ങൾ പെണ്ണുങ്ങളെ മാനഭംഗപ്പെടുത്താൻ പോവല്ല, ഞങ്ങൾ പണം സമ്പാദിക്കാൻ പോവുകയല്ല, ഞങ്ങൾ കൊള്ളി വെക്കാനും കൊള്ള നടത്താനും പോവല്ല, ഞങ്ങൾ നിന്നെ ദീൻ പഠിപ്പിക്കാൻ പോവാണ് എന്ന് ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബീ വഖാസ് പറഞ്ഞപ്പോൾ മഹാനവർകൾ വെള്ളത്തിന് മുകളിലൂടെ അക്കരയ്ക്ക് മുഴുവൻ അനുചരന്മാരെയും മഹാനവർകൾ വെള്ളത്തിന്റെ മുകളിലൂടെ അക്കരയ്ക്ക്. സഅദ് ഇബ്നു അബീ വഖാസ് ആരാണ്? നബിയല്ല, വലിയാണ്, സ്വഹാബിയാണ്. ഉലമാ ഉമ്മത്തി കഅംബിയാ ബനി ഇസ്രായീൽ, എന്റെ ഉമ്മത്തിലെ മഹാന്മാരായ പണ്ഡിതന്മാർ ഇസ്രായേലി സമൂഹത്തിലെ പ്രവാചകന്മാരെ പോലെ വലിയ ബാധ്യതകൾ, വലിയ ചുമതലകൾ ഉള്ളവരാണെന്ന് സയ്യിദുന റസൂലുള്ളാഹി. അലാ അൽ ഹദറമി, മറ്റൊരു സ്വഹാബി, ആയിരക്കണക്കിന് അനുയായികളെയും കൂട്ടി ഒരു നദിയുടെ മുകളിലൂടെ, വെള്ളത്തിന് മുകളിലൂടെ അക്കരേക്ക്. അപ്പുറത്ത് ശത്രുക്കൾ ഇങ്ങനെ നോക്കുമ്പോൾ വെള്ളത്തിലൂടെ വരുന്നവർ മനുഷ്യന്മാരാണോ? അങ്ങനെ വരാൻ കഴിയില്ല. തവളകളാണോ? ഇത്ര വലുപ്പമുണ്ടാകില്ല. പിന്നെ ആര്? ജിന്നുകളായിക്കാരം. മലപ്പുറം ഭാഷ. എന്നാ പിന്നെ രക്ഷയില്ല. ഇവരോട് തല്ലുകൂടാനാവില്ല, ഇവരെ ഒരിക്കലും ഊതിപ്പറത്താൻ സാധിക്കില്ല. നമ്മൾ ഇട്ടേച്ചു പോവുക, വേറെ വഴിയൊന്നുമില്ല. അതാണ് മൂസാ നബിയിൽ നിന്ന്, ഈസാ നബിയിൽ നിന്ന്, ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബീ വഖാസിൽ നിന്ന്, ബഹുമാനപ്പെട്ട അലാഉൽ ഹദറമി റളിയല്ലാഹു അൻഹു, ഇവരിൽ നിന്നൊക്കെ നമ്മൾ കാണുന്നതെങ്കിൽ മൂസാ നബിയോട് അല്ലാഹ് പറഞ്ഞു മഹത്തായ ഒരു യാത്ര ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്ക്. മൂസാ നബി പോയി, ഒരു പ്രയാസവുമില്ല. വെള്ളം രണ്ടു ഭാഗത്തും മതിലുകളായി മാറി നിന്നുകൊണ്ട് അക്കരയ്ക്ക് പോയി. സയ്യിദുന മൂസ അലൈഹിസ്സലാം അക്കരെത്തി. സഹോദരന്മാരെ, അപ്പോ ബാക്കിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഫറോവയും കൂട്ടരും. ഫറോവ പറഞ്ഞു ഞമ്മക്കൊരു യാത്ര നടത്താം. യാത്ര എന്ന് ഓൽക്ക് മാത്രല്ല, നമ്മക്കും പറ്റും. എന്തുണ്ടായി? ആ യാത്ര പാതി വഴിയിലെത്തി. അതുവരെ ഒന്നും സംഭവിച്ചില്ല. യാത്ര സമുദ്രത്തിന് നടുവിലെത്തിയപ്പോൾ അല്ലാഹ് പറഞ്ഞു ഫയർ, തട്ടിക്കളയാൻ. വെള്ളം കൂലം കുത്തി ഒഴുകി വന്നപ്പോൾ ഫറോവ വെള്ളത്തിന് നടുവ് കിടന്ന് ഇങ്ങനെ പെടയുന്നു. സഹോദരന്മാര് മനസ്സിലാക്കണം, വെള്ളം കുത്തിയൊലിച്ചു വന്നാൽ പിന്നെ ആർക്കും രക്ഷയില്ല, ആരായാലും രക്ഷയില്ല. ഡാം പൊട്ടിപ്പാഞ്ഞു വന്നാൽ ആരായാലും രക്ഷയില്ല. ഉമ്മൻ ചാണ്ടി ആയാലും ജയലളിതാമ്മ ആയാലും വെള്ളം കൊണ്ട് വന്നാൽ പിന്നെ കാര്യം കട്ടപ്പോക. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നമ്മളെ നാടിനെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുല്ലപ്പെരിയാർ 30 ലക്ഷം ജനങ്ങളെ ജീവൻ, 45 ലക്ഷം ജനങ്ങളുടെ വസ്തുവകകൾ, 4 കോടി മലയാളികളുടെ ആശങ്കകൾ. എന്തു പരിഹാരം നമ്മൾ ആരെങ്കിലും ഇത്രയും കാലം കൊണ്ടുണ്ടാക്കി എന്നൊന്ന് ചിന്തിച്ചു നോക്ക്. മാനവികതയുടെ ഭാഷയിൽ ആരും ചിന്തിച്ചില്ല.
വോട്ടിന്റെ ഭാഷയിൽ കുറെ ആൾക്കാർ ചിന്തിച്ചു. ആ ചിന്തിച്ചത് കൊണ്ടായ പുകിലും പുക്കാറും ഹലാക്കിന്റെ അവിലും കഞ്ഞി അതാണ് നമ്മളിപ്പോ അനുഭവിക്കുന്നത്. ഡാം പൊട്ടും പറഞ്ഞ് കുറെ ആൾക്കാർ നിരാഹാരം, ചപ്പാത്തി നിരാഹാരം മതിയായി, എല്ലാം എഴുന്നേറ്റ് പോയി. എന്തു മെച്ചം? കുറെ സ്കൂൾ കുട്ടികൾ വെയിലുണ്ട്. അല്ല, കേരളത്തിലെ മലപ്പുറത്തു നിന്ന്, പാലക്കാട്ട് നിന്ന്, മണ്ണാർക്കാട്ട് നിന്ന്, തിരൂരങ്ങാടിയിൽ നിന്ന് ഒരുപാട് മലയാളികൾ അവിടെ പോയി കച്ചവടം ചെയ്തിരുന്നു, ഫാക്ടറികൾ നടത്തിയിരുന്നു, വ്യവസായങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. അതൊക്കെ പൂട്ടി, തീയിട്ട് കരിച്ചു, അത് മുഴുവനും തകർത്തു. മറ്റുള്ളവർ കയ്യേറി ചെറിയ കുട്ടികളെയും തോളിലിട്ടി ഓടിപ്പോന്നു. ഉടുമുണ്ടല്ലാതെ ഒന്നും ബാക്കിയില്ലാത്ത എമ്പാടും നഷ്ടം പേറുന്ന ആയിരക്കണക്കിന് ആൾക്കാർ ആർക്കോണത്തും കുംഭകോണത്തും തിരുപ്പൂരിലും കോയമ്പത്തൂരിലും പല നാടുകളിലും മലപ്പുറത്തിന്റെ സങ്കടം, ഈ പ്രദേശങ്ങളിലെ ആയിരക്കണക്കിന് പാവം മനുഷ്യരുടെ സങ്കടം. ഇത് മുസീബത്ത് മുഴുവൻ ഉണ്ടാക്കിയത് അണ്ണാച്ചിയല്ല, തമിഴന്മാരാരുമല്ല, നമ്മളെ രാഷ്ട്രീയ നേതാക്കന്മാരാണ്, വലതും ഇടതും ഭാഗത്തുള്ള ആൾക്കാർ. വെറുതെ ബഹളം ഉണ്ടാക്കി, ഒന്നൊട്ട് ചെയ്തതുമില്ല, ഒന്നും ചെയ്തില്ല, വെറുതെ ബഹളമുണ്ടാക്കി. ഒരടി മുന്നോട്ട്, 4 അടി വേക്കോട്ട്. തമിഴ്നാട്ടിലാണെങ്കിൽ ഇങ്ങനത്തെ നേതാക്കന്മാര് പണ്ടേ ഉണ്ട്, വൈക്കോല് തിന്നുന്ന ആൾക്കാർ. നമ്മളെ നാട്ടിൽ അങ്ങനെയല്ലാന്ന് നമ്മൾ വിചാരിച്ചിരുന്നത്. ഇവിടെ ഇഷ്ടം പോലെ വെള്ളവും പുല്ലും, 1 ഇല 2 ഇല, ഒരു പ്ലാവ് നിറച്ചു ഇലയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നോക്കുമ്പോ അല്ലാന്ന് മനസ്സിലായി. പിറവം 1 ലക്ഷം മുമ്പിൽ വരുത്തി, അത് കണ്ടിട്ടുള്ള കളിയ. എന്തെല്ലാമോ കളിച്ചു, ഫലം നഷ്ടം, കോടികളെ നഷ്ടം. മലപ്പുറത്തുകാർക്ക്, കോഴിക്കോട്ടുകാർക്ക്, മാപ്പിളമാർക്ക്, മലബാറുകാർക്ക്, നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട സംരംഭകർക്ക് മുഴുവനും നഷ്ടം. ഒരു പുരോഗതി വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. പിന്നെ എന്തു പരിഹാരം? നമുക്ക് വലിയ ബഹുമാനം തോന്നുന്നു, താടിയും തലയെക്കെട്ടുള്ള നമ്മളെ പ്രധാനമന്ത്രി മൻമോഹൻ. അയാൾ പിന്നെ ഒരു സാലിഹായ മനുഷ്യനാണ്. മൂപ്പര് പറഞ്ഞു 2 കൂട്ടരും ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കണം. എപ്പോഴാ പറഞ്ഞത്? റഷ്യയിലേക്ക് വിമാനത്തിൽ പാറിപ്പോകുമ്പോ എയർപോർട്ടിൽ പത്രസമ്മേളനം വിളിച്ചു. 2 കൂട്ടരും പ്രശ്നം പറഞ്ഞു തീർക്കണം എന്ന് മൂപ്പര് പറഞ്ഞു. അപ്പൊ പത്രക്കാര് ചോദിച്ചു, 2 കൂട്ടരും എന്ന് അങ്ങ് ഉദ്ദേശിച്ചത് ആരെ പറ്റിയാ? അപ്പോ സ്വാലിഹായ മനുഷ്യൻ പറഞ്ഞു, ഒന്ന് ഇസ്രായേൽ, മറ്റേത് പലസ്തീനും. 75 കൊല്ലമായി അതാ വിഷയം. ഉമ്മൻചാണ്ടിയും പൊലർച്ചി തലൈവിയും രണ്ടാളും കൂടി കുത്തിയിരുന്ന് ഈ പ്രശ്നമൊന്ന് പരിഹരിക്കണമെന്ന് പറയാ. ഈ സാധു അദ്ദേഹത്തിന് ആഫിയത്ത് പോരാ. അവിടെ നമ്മൾ നമ്മുടെ കഷ്ടകാലം തിരിച്ചറിയുന്നു. അയാൾക്കൊന്നും ചെയ്യാനാവില്ല, ഇവർക്കുമൊന്നും ചെയ്യാനാവില്ല. ഇനി ചെയ്യാനാകുന്നതാർക്ക്? മാനവികതയുടെ പരിഹാരം, ഈ പ്രശ്നത്തിന്റെ പരിഹാരം അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, മർജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. സൂറത്തുർ റഹ്മാൻ, അറൂസുൽ ഖുർആൻ. സൂറത്തുർ റഹ്മാൻ 114 അധ്യായങ്ങളിൽ പുതിയാപ്പിളയായ ഒരു സൂറത്ത് പരിശുദ്ധ ഖുർആനിൽ. ആ ഖുർആനിൽ സൂറത്തുർ റഹ്മാൻ അല്ലാഹ് പറയുന്നു, മർജൽ ബഹ്റൈനി യൽതഖിയാൻ. അറബിക്കടലിൽ ചിന്തിച്ചിട്ടുണ്ടോ? അറ്റ്ലാന്റിക്കിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? പസഫിക് സമുദ്രത്തിന്റെ ശാന്തസമുദ്രത്തിന്റെ ശാന്ത തീരങ്ങളിൽ ഇവിടേക്കുള്ള അത്ഭുതം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ശുദ്ധജല പ്രവാഹം. കടലിന് നടുവിൽ ഉപ്പുവെള്ളം ശുദ്ധജലവുമായി കലരുന്നില്ല, ശുദ്ധജലത്തെ ഉപ്പുവെള്ളം ആക്രമിക്കുന്നില്ല. കാലങ്ങളായി, അനന്തകാലമായി, കൽപ്പാന്തകാലത്തോളം ഇനിയും തുടരും. കൊണ്ടും കൊടുത്തും പോരാടിക്കൊണ്ടാണ് തിരമാലകൾ കടലിൽ. കാറ്റ് കടലിന്റെ ഉപരിതലത്തിൽ ഒപ്പന കളിക്കാൻ തുടങ്ങിയിട്ട് യുഗങ്ങൾ തന്നെ പിന്നിട്ടു. എന്നിട്ടും ഉപ്പുവെള്ളം ശുദ്ധജലത്തിൽ കലരുന്നില്ല, ശുദ്ധജലത്തെ ഉപ്പുവെള്ളം കയ്യേറ്റം ചെയ്യുന്നില്ല. രണ്ടും തമ്മിൽ ഡാം കെട്ടാതെ, സ്ക്രീന് പോലും നടുവിൽ വെച്ചു കൊടുക്കാതെ, ഒരു നൂലുകൊണ്ടെങ്കിലും ഔട്ട്ലൈൻ പ്രത്യേകിച്ച് നമ്മൾ കാണാതെ, ആ വെള്ളത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന പടച്ചവനെ പറ്റി
നീ എന്ത് വിചാരിച്ചു മനുഷ്യ? അവിടെ എവിടെയെങ്കിലും എത്തിപ്പെട്ടാൽ ഒരു ബോട്ട് ഇങ്ങനെ കുറുകെ ഇട്ടിട്ട് ഇപ്പുറത്തെ മൂലയിൽ നിന്നൊരു ബക്കറ്റ് താഴ്ത്തുന്നു. ആ ബക്കറ്റിൽ വെള്ളം എടുത്തു നോക്കുമ്പോൾ പ്യുവർ നാച്ചുറൽ വാട്ടറാണ്. ഇങ്ങേ മൂലയിൽ ഒരു ബക്കറ്റ് താഴേക്കിട്ട് വെള്ളം കോരിയെടുത്തപ്പോൾ മിൽഹുൻ ഉജാജ്, പുളിക്കുന്ന ഉപ്പുവെള്ളം. ഇത് രണ്ടും കാലങ്ങളായി ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ പടച്ചവൻ ഇങ്ങനെ തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ വെള്ളത്തെ നിയന്ത്രിക്കുന്നവൻ പടച്ചവൻ, അവന് മാത്രം നടക്കുന്ന ഏർപ്പാടാണ്. അത് വേ ഇത് റേ. അതുകൊണ്ട് ആർക്കും നടക്കാത്ത പരിപാടി പടച്ചവന് നടക്കും. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറഹ വയുദില്ലുല്ലാഹു അസ്സാലിമീന വയഫഅലുല്ലാഹു മാ യശാ. അല്ലാഹു പറയുകയാണ്, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു, അല്ലാഹു സബാത്ത് കൊടുക്കും. സബാത്ത് ഫിൽ ഹയാത്തി ദുനിയ, ഇഹലോകത്തും വഫിൽ ആഖിറ, പരലോകത്തും. അൽ ഖൗലു സാബിത്, ശരിയായ തൗഹീദ്, ശരിയായ പ്രാർത്ഥന, രണ്ട് ലോകത്തും സബാത്ത് തരുമെന്ന് പരിശുദ്ധ ഖുർആൻ. മരണപ്പെട്ടവർക്ക് വേണ്ടി യാസീൻ, ഫാത്തിഹ, ദിക്ർ, സ്വലാത്ത്, സ്വദഖ സബാത്തിന് വേണ്ടിയാണ്. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, സബാത്ത്. അതേപോലെ ഇടുക്കി ഭ്രംശമേഖല, കുലുങ്ങരുത്. ഇടക്കിടക്ക് കുലുങ്ങുന്നു, കുലുങ്ങിയാലും പൊട്ടരുത്. സബാത്തിന് വേണ്ടി ആ സബാത്ത് ആര് തരും? ഫിൽ ഹയാത്തി ദുനിയ, ഇഹലോകത്തും തരും. വഫിൽ ആഖിറതി, പരലോകത്തും തരും. ആര്? യുസബ്ബിതുല്ലാഹു, അല്ലാഹു സബാത്ത് തരും. പ്രാർത്ഥിച്ചോളൂ, ദുആ ചെയ്തോളൂ, വേറെ വഴിയില്ല. തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉമ്മമാർ, കാലങ്ങളായി പടച്ച റബ്ബിന് ഇബാദത്ത് ചെയ്യുന്ന നല്ല മഹാന്മാർ, ഒരു തെറ്റും ചെയ്യാത്ത ചെറിയ കുഞ്ഞു മക്കൾ, ഇവരൊക്കെ ഉണ്ട് നമ്മുടെ സദസ്സിലും നമ്മുടെ സദസ്സുകളിലൊക്കെ. നമ്മൾ ദുആ ചെയ്യുക, അല്ലാഹു വിഷമങ്ങളില്ലാതെ നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. മുല്ലയും പെരിയാറും രണ്ടു പുഴകൾ, അത് രണ്ടും കൂടിച്ചേരുന്നിടത്ത് 120 കൊല്ലം മുമ്പ് ആരോ കെട്ടിയ സുർക്കി കൊണ്ടുള്ള ചെറിയൊരു അണ, അതാണ് പ്രശ്നം. ആ അണയ്ക്ക് വല്ലതും പറ്റിയാൽ, പൊട്ടി ഒലിച്ചാൽ 25 പഞ്ചായത്ത് 50 അടി ഉയരത്തിൽ വെള്ളം കെട്ടി നിൽക്കും 4 ദിവസം. അതുകൊണ്ട് എന്തൊക്കെ മുസീബത്തുണ്ടാകും, അല്ലാഹു അഅലം. ജിബ്രീൽ പോയ പ്രശ്നമല്ല, സഹുവിന്റെ സുജൂദ് പോലെ. അതും കൂടി പൊട്ടിയാലാണ് പ്രശ്നം. മൂവാറ്റുപുഴ അവിടെ ഉണ്ടാവില്ല, ആലുവ നഗരം അവിടെ കാണാനില്ല. അറബിക്കടലിന്റെ റാണി കൊച്ചി എന്ന മഹാനഗരം പാതിയും നമ്മൾ അന്വേഷിച്ചു പോകേണ്ടി വരും. എങ്ങോട്ട്? അറബിക്കടലിന്റെ അങ്ങേയറ്റത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ഇതാണ് ആ സംഭവത്തിന്റെ അവസ്ഥ. ഇതൊക്കെയൊന്ന് മനസ്സിലാക്കാനും ചിന്തിക്കാനൊക്കെ സമയമായി. ഞാൻ പറയുന്നത്, വെള്ളത്തിന്റെ കെട്ട് പൊട്ടിയാൽ ആരായാലും രക്ഷയില്ല. ഫറോവ ജഗജില്ലിയാണ്, കൊലകൊല്ലിയാണ്. അന റബ്ബുക്കുമുൽ അലാ എന്ന് വെച്ച് വീക്കിയവനാണ്. അവനിപ്പോ വെള്ളത്തിന്റെ നടുക്കടന്നിങ്ങനെ കളിക്കുകയാണ്. അല്ല പറഞ്ഞു ഫറോവയോട്, സൂറത്തു യൂനുസ് 91-ാമത്തെ വചനം. അല്ല പറയുകയാണ് ഫറോവയോട്, നുനജ്ജീക ബിബദനിക, നിന്നെ ഞാൻ ഉടലോടെ കസ്റ്റഡിയിൽ എടുക്കുമടാ, നിന്നെ ഞാൻ മൂലത്തിരുത്തുമടാ. നീ ഒരിക്കലും കടലിൽ ഒലിച്ചു പോകില്ല, ചളിയിൽ പുതഞ്ഞു പോകില്ല. നീ എവിടെയെങ്കിലും കരയ്ക്കടിഞ്ഞിട്ട് കൊട്ടിയും പട്ടിയും കോഴിയും കൊത്തി വലിക്കുകയില്ല. നിന്നെ ഞാൻ കൊത്തിത്തൂക്കും.